ഒരു സാഹിത്യകാരൻ എന്നതിലുപരി ഒരുപാട് നാടിൻ്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന സാഹിത്യ സൃഷ്ടികൾ രചിച്ച ഒരാളെന്നതിനേക്കാൾ ഉപരി നല്ലൊരു മനുഷ്യൻ ആയിരുന്നു അക്ബർ ഖാ എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എന്നുള്ള തലത്തിലേക്ക് ഉയരാൻ പലർക്കും കഴിയാറില്ല. താനും തൻ്റെ ലോകവും തൻ്റെ പ്രവർത്തനങ്ങളും എന്നല്ലാതെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം വളരെ കുറച്ചേ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാടിൻ്റെ മഹിമയെ, സൗന്ദര്യത്തെ മലയാള ഭാഷയോളം ഉയർത്തിയ മഹാനായ എഴുത്തുകാരനും പ്രഭാഷകനും സംഘാടകനും അധ്യാപകനും ഒക്കെയായ അക്ബർ കക്കട്ടിൽ എന്ന വലിയ ഒരു മനുഷ്യനെയാണ്. ഒരു സംഘടനയുടെ ഫണ്ട് റൈസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു മാസത്തിലധികം 42 ദിവസം ഒന്നായി ഗൾഫ് രാജ്യങ്ങളിൽ സഞ്ചരിക്കുകയും ഒന്നായി ഭക്ഷണം കഴിച്ച് ഒന്നായി കിടന്നുറങ്ങിയുള്ള രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലൂടെയുള്ള ഒരു സഞ്ചാരം, അതൊക്കെ എത്രയും ഗംഭീരമായിട്ടാണെന്ന് അക്ബർ മാഷ് ഓർഗനൈസ് ചെയ്തതെന്ന് നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് ബഹ്റൈനിൽ എത്തിയിട്ടാണ് കുവൈത്തിലേക്കുള്ള വിസ റെഡിയാക്കുന്നത്. കതിരൂരുള്ള രാജീവൻ എന്നൊരാളാണ്. അദ്ദേഹത്തിന് മുമ്പ് അതിൻ്റെ മരിക്കുന്നതിൻ്റെ ഒരു മാസം മുമ്പ് എന്നെയും എൻ്റെ 2 സുഹൃത്തുക്കളെയും കാണണമെന്ന് പറഞ്ഞു. എന്നാൽ അതിലൊരു സുഹൃത്തിന് വരാൻ പറ്റാതിരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ പറ്റുകയും ചെയ്തു. പിന്നീട് ഞങ്ങൾക്ക് കാണാൻ അവസരം കിട്ടിയപ്പോഴേക്കും ആർക്കും കാണാൻ പറ്റാത്ത അവസ്ഥയുള്ള അതീവ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു. ഓർമ്മകൾ വരാറുണ്ട്. മാഷോടൊപ്പം ഒരുപക്ഷെ പിൽക്കാലത്ത് അക്ബർ കക്കട്ടിലിനെയും ടി.പി. രാജീവനെയും വളരെ അടുത്തുള്ള എൻ്റെ ഏറ്റവും അടുത്ത സാഹിത്യകാരന്മാരെന്ന അർത്ഥത്തിലും അവരുമായി ചർച്ച ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും അവരില്ലല്ലോ എന്ന് ചിന്തിക്കാറുണ്ട്. മാഷുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓർമ്മകൾ പലയിടങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ വ്യത്യസ്തമായി തോന്നുന്ന ഒരു കാര്യം, മാഷുടെ ജീവിതവും അതിനുശേഷം എനിക്ക് തോന്നിയ ചില കാര്യങ്ങളാണ്. ഇവിടെ എംബസിയെ കുറിച്ചുള്ള എംബസിയായിട്ട് ബന്ധപ്പെട്ട് എം മുകുന്ദൻ ഒരു പുസ്തകം എഴുതിയത്. അത് എം മുകുന്ദൻ്റെ വളരെ പ്രസക്തമായ ഒരു ഓർമ്മക്കുറിപ്പുകളായിരുന്നു. അദ്ദേഹത്തിന് ഡൽഹി എംബസിക്കാരൻ മാതൃഭൂമിയിൽ സൺഡേയിലായിരുന്നു ഞാനത് വായിച്ചത്. വായനക്കാരനും തമ്മിൽ, എഴുത്തുകാരനും വായനക്കാരനും തമ്മിൽ ഒരു നിശ്ചിത അകലം ആവശ്യമാണ് എന്ന് പറയുന്നത്. എഴുത്തുകാരൻ എങ്ങനെ എല്ലാ നേരവും വായനക്കാരുടെ ഇടയിലൂടെ ഇങ്ങനെ നിരന്തരം സഞ്ചരിക്കുകയും അവരുമായിട്ടൊരു സൗഹൃദം പുലർത്തുകയും ചെയ്യേണ്ടതില്ല എന്ന് എം.ടി. വാസുദേവനാരെ ഉദാഹരിച്ചുകൊണ്ട് പറയാം. പരുക്കൻ ഭാവം പുലർത്തുകയും പതുക്കെ അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായി മാറുകയും ചെയ്യുന്നു. മാഷ് സ്വാധീനിച്ചത് അദ്ദേഹത്തിന്റെ സൗഹൃദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ടായിരിക്കണം എസ് ഗുപ്തനാരെ പോലുള്ള വളരെ അപൂർവ ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും സംസാരിച്ചത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യാപകമായ സൗഹൃദത്തിന്റെയും ആഴത്തെയും കുറിച്ച് മാത്രമാണ്. അത് എപ്പോഴും നമ്മെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. എന്തുകൊണ്ടാണ് മാഷെക്കുറിച്ച് ഇങ്ങനെ സൗഹൃദത്തെക്കുറിച്ച് പറയാറുണ്ടാകുന്നത്?
എം.എൻ. കാരശ്ശേരി മാഷൊരിക്കൽ പറയുന്നുണ്ടായി, ഞങ്ങളൊക്കെ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ മാഷ് തീവണ്ടി നിറയെ സുഹൃത്തുക്കളുമായിട്ടാണ് അറിയുന്നത്. അക്കാദമിക്കാകട്ടെ എവിടെ പോകുമ്പോഴും അതാണ് അദ്ദേഹത്തിന് എപ്പോഴും കൂട്ടുകാരുണ്ടാവും. ഒന്നിച്ചു പോവാം. 12 ആ ഓർമ്മ എനിക്ക് നന്നായിട്ടുണ്ട്. കാരണം അതൊരു നല്ലൊരു നമ്പറായിരുന്നു 12. ഞങ്ങൾ ബോംബെയിൽ 3-4 ദിവസം തങ്ങണം. നിന്നോടൊപ്പം ബോംബെയിൽ കുറേ ദിവസം നമുക്ക് ഒന്ന് ചുറ്റിയടിക്കണം എന്നൊക്കെ ഒരു ധാരണയിലാണ് ഞങ്ങൾ വന്നത്. അപ്പം ബോംബെ എയർപോർട്ടിൽ ഞാൻ പുസ്തകത്തിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ബോംബെ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ 4 പേരെ ഫ്ലൈറ്റുള്ളൂ. ബാക്കി എല്ലാവരും അവിടെ ഈ പൂനെയിൽ ഒരു സ്റ്റോപ്പ് ഓവർ ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും ഇറങ്ങിപ്പിട്ട് ഞങ്ങൾ ഒരു വലിയ ജംബോ വിമാനത്തിൽ ഞങ്ങളെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ വന്നതുകൊണ്ടാണ് വിമാനം ഇങ്ങനെ കടകടാ ശബ്ദം ഉണ്ടാകും. മാഷിക്ക് ഭയങ്കര പേടിയായി. അപ്പോൾ ഞാൻ ക്രൂവിനെ വിളിച്ചിട്ടുകൊണ്ടിറങ്ങി ആവുന്നത് മാഷിങ്ങനെ പേടിക്കുന്നത്. അപ്പോൾ പറഞ്ഞു അത് ആൾ പറയുമ്പോൾ തണുപ്പ് കാലത്ത് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്, അതുകൊണ്ട് പേടിക്കണം. എങ്ങനെയാ മാഷ് അദ്ദേഹം ആ വിവാഹ ചടങ്ങിലേക്ക് വരുന്നത് അക്ബർക്കിയോട് ചോദിച്ചു, അക്ബർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമാണോ ഈ വരവെന്ന്. അദ്ദേഹം പറഞ്ഞു, അതല്ല, കുറ്റിക്കണ്ടിക്കാർ എനിക്ക് ഏറെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരാണ്. അവരോട് എനിക്ക് പൂർവ്വപാരമ്പര്യത്തിൻ്റെ സൗഹൃദ ഉടമ്പടികളും ചങ്ങലക്കെട്ടുകളുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിതച്ചും വേച്ചും വെറുപ്പുമുട്ടിയും ഇവിടെ വന്നത്. പ്രാപ്തനായിരുന്നു അക്ബർഖാന്റെ ഉപ്പയാണ് അവിടുത്തെ ലക്കട്ടിലെ നാട്ടുമൂപ്പൻ പറമ്പത്ത് ഔക്ക എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സ്വാഭാവികമായും എല്ലാ മനുഷ്യരോടും നീതി പുലർത്താനും സ്നേഹം പങ്കുവെക്കാനും അക്ബർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. എഴുത്തുകാരൻ എന്ന നിലക്ക് ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ എന്നതാണ്. പലപ്പോഴും മൂപ്പര് ആഴ്ചക്ക് ഒരു 2 ദിവസമെങ്കിലും നല്ല ശരിക്കും അത് എൻ്റെ വീട്ടിലേക്ക് കയറാൻ ഒരു 10-35 മീറ്റർ ചെറിയൊരു ഹൈറ്റ് ഉണ്ട്. ആ 35 മീറ്റർ ചെറിയ ഹൈറ്റ്, വളരെ നേരിയ ഹൈറ്റ് ഉയരം എന്ന് പറയും. ആ ഉയരം കയറി വരുമ്പോൾ തന്നെ മൂപ്പർ വളരെ ക്ഷീണിതനാകുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ നമുക്ക് ഒരറ്റമുണ്ടാവുകയില്ല. ഞാൻ ആ സമയത്ത് അക്ബറുടെ വിയോഗത്തിൻ്റെ സമയത്ത് എഴുതിയ ഒരു കവിതയാണ്. ചിലർക്ക് അത് കേട്ടിട്ടുണ്ടാവും. ഞാനത് ആലപിക്കാൻ പ്രസംഗിക്കുന്നില്ല. ആവില്ലെനിക്ക് ഘനസാന്ദ്രമൗനത്തെ താങ്ങാൻ, ആവില്ലെനിക്ക് ക്രൂരശൂന്യത വലം വയ്ക്കാൻ. നാൾ വരെ ഈ ഭൂവിലന്നാൾ വരെ നീ തെളിഞ്ഞിടും ദിവ്യ നക്ഷത്രമായി വാനിൽ, നീ ത്രസിച്ചിടും സ്നേഹ സ്പന്ദനമായി കൃത്തിൽ. ഉനിലാ പുണ്യപ്രഭ ചൊരിയും ഞങ്ങൾക്കായി, ഊഷ്മള തേജസ്സായി ജ്വലിക്കും സൂര്യനായി, ഇരുളിൽ വെളിച്ചമായി, താങ്ങായി തണലായി, പൊരുളായി ഉള്ളിനുള്ളിൽ. കാലഘട്ടത്തിൽ എൻ്റെ അധ്യാപകനായിരുന്നു അക്ബർ മാഷി എന്ന് ഞാനിവിടെ അഭിമാനത്തോടെ ഓർമ്മിക്കുകയാണ്. ഒരു സുഹൃത്തായ അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ എഴുത്തിൻ്റെ വഴികളിൽ ഇന്നും മാഷി ഒരു പ്രചോദനം തന്നെയാണ്. അദ്ദേഹത്തിനെ നമ്മൾ അനുസ്മരിക്കുക എന്നത്, അദ്ദേഹത്തിനെ വായിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ജയചന്ദ്രൻ സാർ ഓർമ്മിപ്പിച്ചതുപോലെ വായന മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാഷുടെ പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലാളിത്യമുള്ള ഭാഷയിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, എല്ലാവർക്കും പൊതുവായിട്ട് ഓരോരുത്തർക്കും ഓരോന്നല്ലാത്ത പൊതുവെ ഈ അക്ബർ കക്കട്ടിലിന് ഞാൻ ഏറ്റവും അദ്ദേഹത്തിന്റെ എഴുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ്. ഒരുപാട് ചിരിക്കാനുള്ള സന്ദർഭങ്ങൾ അദ്ദേഹത്തിന്റെ ഓരോ കഥയിലും അല്ലെ, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ആദ്യം തന്നെ നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കഥയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അത് മാത്രമല്ല, സാധാരണക്കാരനായി നിന്നുകൊണ്ട് എഴുതാനുള്ള ഒരു കഴിവ് അതെല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല. ആ 2 കാര്യങ്ങളാണ് എന്നെ അക്ബർ കക്കട്ടിലിന്റെ രചനയോട്
അടുപ്പിച്ചതെന്ന് പറയാം. അങ്ങനെയുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലേക്ക് എടുക്കാൻ പറ്റില്ല, ഒരു പ്രതിഷ്ഠയായി ദൂരെ മാറ്റി നിർത്താനേ പറ്റുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാല് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അല്ലെ, അദ്ദേഹം നമ്മുടെ ജീവിതത്തോട് അല്ലെങ്കിൽ നമ്മളിൽ ഒരുവനായി ജീവിച്ചു തന്നെ പറയാം. നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ്, എന്റെ ജീവിതം തന്നെയാണ് നിങ്ങൾക്കുള്ള മാതൃക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അപ്പോ എൻ്റെ കൂട്ടുകാരായിരുന്ന KK മൊയ്തും മറ്റ് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അവരുടെ കൂട്ടുകാരനായിരുന്നു അക്ബർ. അപ്പോൾ ഒരൊറ്റ മുണ്ട് നെരിയാണിക്ക് നേരെ ഉടുത്ത് ഒരു കോട്ടൺ ഷർട്ട് ഇട്ട് വരുന്ന അക്ബറിനെ KK മൊയ്തുമാണ് എനിക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ആ കാലത്ത് ചന്ദ്രികയുടെ ബാലലോകം ബാലപംക്തി വായിച്ചപ്പത്തിലൊരു പങ്ക്തിയുണ്ട് കുട്ടികൾ പാത്രങ്ങൾ ഒക്കെ നാട്ടും പുറത്ത് ചെടിയങ്ങാടിയിലായാലും കക്കട്ടങ്ങാടിയിലായാലും കാണുന്നൊക്കെയാണ് കഥാപാത്രം. ഒരു അധ്യാപക കഥകളാണ് അക്ബറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീൽഡ്, അധ്യാപക കഥകൾ. അധ്യാപകനായി കൊണ്ടായിരിക്കാൻ എനിക്ക് പറ്റും. അദ്ദേഹത്തിന്റെ അധ്യാപക കഥകൾ വായിക്കുമ്പോൾ ഈ പട്ടോള സ്കൂൾ സ്റ്റാഫ് റൂമിലായാലും അതുപോലെയാണ് ഞാനിവിടെ വന്നത്. പുതിയൊരു എന്ത് കിട്ടി, നമ്മൾ ഓരോ ആളുകളും പങ്കെടുക്കുന്നത്, സംസാരിക്കുന്നത്, എന്താണ് പുതിയതായിട്ട് കിട്ടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. ഒരുപാട് ആളുകൾ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പങ്കെടുക്കും. അതെല്ലാം വളരെ മധുരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഇല വീഴുന്ന ലാഘവത്തോടെ കടന്നുപോയി, വൻമരം വീഴുന്ന നടുക്കം എന്നിലിപ്പോഴും എന്ന് പറഞ്ഞതുപോലെയാണ് അക്ബർ മാഷ് മരിച്ച വിവരം സ്ക്രോൾ ചെയ്തുകൊണ്ട് TV-യിലൂടെ കണ്ടപ്പോൾ എനിക്കുണ്ടായത്. പലപ്പോഴും എനിക്ക് അറിയിട്ടുള്ളത് ഓരോ മാതൃഭൂമി ആഴ്ച പതിപ്പ് വരുന്ന അവസരം അദ്ദേഹത്തിൻ്റെ കഥയുണ്ടെങ്കിൽ ആദ്യം എടുത്തു നോക്കുക ആ കഥയായി. കാരണം അത്രയ്ക്കും നമ്മുടെ നാടുമായിട്ടും നമ്മുടെ മനസ്സുമായിട്ടും ഇണങ്ങിച്ചേരുന്ന എഴുത്ത് രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒരു ചടങ്ങിന്റെ പേരിൽ മാത്രം നടന്നു പോകുമായിരുന്നു. പക്ഷെ ഇന്നിവിടെ എത്തിയ എല്ലാവരും, ഇന്നിവിടെ എത്തിയതും അല്ലാതെ നമ്മുടെ കോഴിക്കോട് നടന്ന പരിപാടിയിലും അവിടെ എത്തിയവരൊക്കെ അക്ബർ മാഷ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ആളുകളായിരുന്നു. അന്ന് അവിടുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജോയ് മാത്യു അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു പുസ്തക പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട് അക്ബർക്ക് എടുത്ത എഫേർട്ടിന് അവിടുന്ന് പറഞ്ഞപ്പോൾ അത് പുതിയ അനുഭവമായിരുന്നു. ഒരിക്കലും അക്ബർക്ക് നാട്ടുകാരാണ് വിളിച്ച് പിന്നെ സൗഹൃദം പറയുകയും അദ്ദേഹത്തിന് വളരെ പെരുപ്പിടമൊക്കെ ഉണ്ടായിട്ടും ഏറ്റവും കൂടുതൽ കേരളത്തിലെ വിവിധ ദേശങ്ങളിലുള്ള നാട്ടുകാർ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ആ ഓർമ്മകൾ നമ്മളിന്ന് നിരന്തരം കൊണ്ടിരുന്നു. 2015-16 നടക്കുന്നത്. അതുകൊണ്ട് ഇരുന്നത് അപ്പോൾ ശരിക്കും കക്കട്ടിൽ എന്ന പ്രദേശം കേരളത്തിൽ വായിക്കപ്പെട്ടത് നമ്മുടെ നാട്ടുകാരൻ അല്ലേ, വളരെ അപൂർവമാണ് അല്ലേ, അങ്ങനെയൊക്കെ ആരും ഉണ്ടാവുന്നതിനെ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. ആ നിലക്കാണ് അക്ബർ കക്കട്ടിൽ കേരളത്തിലുടനീളം വായിക്കപ്പെട്ടത്. മാത്രമല്ല സൗഹൃദത്തിന്റെ അങ്ങേയറ്റത്തെ ഒരു സന്തോഷം പകർന്നാണ് അധികം പ്രായമാണ് അദ്ദേഹം നമ്മൾ വിട്ടുപോയി. നമ്മൾ ഒരുപാട് മരണാനന്തര ചടങ്ങുകൾ പല സ്ഥലത്ത് പോയിട്ടുണ്ടാകും. അത്രയും ബഹുജനങ്ങൾ പങ്കെടുത്ത ഒരു മരണാനന്തര ചടങ്ങ് കണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. കക്കട്ട് മുഖേരി പ്രദേശത്തെ അത്രയും ജനബാഹുല്യാണ്. അറിഞ്ഞ് പല സ്ഥലത്തു നിന്നും അറിയാത്ത, അതിൽ സാഹിത്യ താല്പര്യം മാത്രമല്ല, വളരെ സുഹൃബന്ധം ഒരുപാട് ആൾ പ്രതീക്ഷിക്കാത്ത മതചടങ്ങുകൾ, മതത്തിന്റെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അത്രയും ഡീപ്പായിട്ടുള്ള നമുക്ക് ശരിയാണ് പൊതുതീരാത്ത സമയത്താണ് അദ്ദേഹത്തിനോട് കിട്ടുന്നത്. വട്ടോളിയിൽ വാർത്തൻ്റെ വണ്ടി പോയിട്ടുണ്ട്. അതേ കുട്ടികളൊക്കെ ആശ്ചര്യവരായി. പിന്നത്തെ അദ്ദേഹത്തിന്റെ വാചകത്തിന് ക്ലിയറായി. പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണല്ലോ അധ്യാപകരുടെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സരസമായി അവതരിപ്പിച്ചു. ശേഷം എനിക്ക് ഓർമ്മ വരുന്നത് വിക്കിയായി ബന്ധപ്പെട്ട ഒരു ദാരുണമായ ഒരു സംഭവമാണ്. ഒരു 80 കാലഘട്ടത്തിലാണ്, 80ന്റെ അവസാന കാലഘട്ടത്തിലാണ് തോന്നുന്നു, ഒരു ചെറുപ്പക്കാരൻ മാനാഞ്ചിറ സ്ക്വയറിലെ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന്, കെട്ടിടത്തിൻ്റെ അല്ല കവറിൻ്റെ മുകളിൽ നിന്ന് എല്ലാവരും നോക്കി നിൽക്കാൻ ചാടി ആത്മഹത്യ ചെയ്യുന്ന ഒരു ചിത്രം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാനത് പോസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ
അദ്ദേഹം അവിടെ ഒന്ന് പങ്കുവെച്ച ഒരു രസകരമായ ഒരു അനുഭവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കഥകൾ അദ്ദേഹം പിന്നെ മാതൃഭൂമിക്ക് അയച്ചു കൊടുത്തിരുന്നു. ഒരു ദിവസം ഒരാൾ പറഞ്ഞല്ലോ, പിന്നെ അക്ബർ 9ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്, ചെറിയ കുട്ടിയാണ്, അദ്ദേഹത്തിനോട് പറഞ്ഞല്ലോ, പിന്നെ അക്ബർ നിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് മാതൃഭൂമിയിൽ. അപ്പം അയാൾക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ അയാൾ ഓടി പോയി മാതൃഭൂമി കണ്ടപ്പോൾ ആ കണ്ട ആ വിഷയത്തെ പറ്റിയാണ് പറഞ്ഞത്. കക്കട്ടിന്റെ ഭാഷയിലാണ് അവിടെ സംസാരിച്ചത്. അത് പറഞ്ഞത് എനിക്കെന്തല്ലോ ബെർത്തായിട്ട് എന്നാണ് അദ്ദേഹം അവിടെ അവതരിപ്പിച്ചത്. ദോഹയിൽ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ മലയാളികൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് അദ്ദേഹം കക്കട്ടിന്റെ ഭാഷയിലാണ് അതവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹം വളരെ സദസ്സ് മുഴുവൻ ചിരിയായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹത്തിന്റെ ആ കഥയുടെ അനുഭവങ്ങളും അതിന്റെ വർണ്ണനകളും അത് വന്ന അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് മൊത്തം സദസ്സ് ചിരിയോട് ചിരിയായിരുന്നു. അതിൽ പങ്കെടുത്ത 3 പേര് ഇവിടെ ഉണ്ട്, ഞങ്ങൾ 3 പേര്. അപ്പോൾ സമയം വളരെ വൈകി. എല്ലാവിധ ആശംസകളും. മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം രംഗപ്രവേശനം ചെയ്ത ഒരു എഴുത്തുകാരൻ, അങ്ങനെയാണ് അക്ബർ മാഷെ പറ്റി പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. ഇവിടെ ജയചന്ദ്രൻ സാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു, എം.ടിയും ബ്രോഡ്സ്കിയും ഒക്കെ വായിക്കുക, നിരീക്ഷിക്കുക, എഴുതുക എന്ന തത്വത്തിലൂന്നി മുന്നോട്ട് പോയപ്പോൾ അതിൽ നിന്ന് വിഭിന്നമായി ഇവിടെ എല്ലാവരും സംസാരിച്ചതുപോലെ മാനുഷിക ബന്ധങ്ങൾക്ക് വളരെ വലിയ വില നൽകിയ ഒരു സാഹിത്യകാരനായിരുന്നു അക്ബർ മാഷ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ 9ാം വർഷത്തെ ഓർമ്മ ദിനത്തിൽ ഞാൻ മനസ്സിലാക്കിയില്ല.